എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ ഖുൽ യതവഫാകും മലക്കുൽ മൗത്തില്ലതി വുക്കില ബിക്കും സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ. സൂറത്തു സജദ. ഖുൽ യതവഫാകും മലക്കുൽ മൗത്തില്ലതി വുക്കില ബിക്കും. നിങ്ങളെ റൂഹ് പിടിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം നിങ്ങളെ മരിപ്പിക്കുന്നു. ആദ്യം പറഞ്ഞു അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ, ആസന്നമാവുന്ന സമയത്ത് അല്ലാഹുവാണ് മരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. ഇപ്പുറത്ത് പറഞ്ഞു ഖുൽ, തങ്ങൾ പറയുക യതവഫാക്കും നിങ്ങളെ മരിപ്പിക്കുന്നത് മലക്കുൽ മൗത്തില്ലതി വുക്കില ബിക്കും, നിങ്ങൾ റൂഹ് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുൽ മൗത്താണ്. അപ്പൊ മലക്കുൽ മൗത്താണ് റൂഹ് പിടിക്കുന്നത്, മരിപ്പിക്കുന്നത് എന്ന് തന്നെ പറഞ്ഞ് മലക്കുൽ മൗത്താണ് നിങ്ങളെ മരിപ്പിക്കുന്നത്. ആദ്യം പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് മരിപ്പിക്കുന്നത്. ഞാൻ അതുകൊണ്ട് മതിയാക്കിയോ. ഹത്താ ഇദാ ജാഅഹദകുമുൽ മൗതു തവഫത്തുഹു റുസുലുനാ വഹും ലാ യുഫരിത്തൂൻ. സൂറത്തുൽ അൻആം 61. ഹത്താ ഇദാ ജാഅഹദകുമുൽ മൗത്ത്, നിങ്ങളിൽ ഒരാൾക്ക് മരണമാസന്നമായി കഴിഞ്ഞാൽ തവഫത്തുഹു അവനെ മരിപ്പിക്കുന്നു റുസുലുനാ നമ്മുടെ ദൂതന്മാർ. അവിടെ 1, 2, 3 ഒന്നുമല്ല, റുസുല് ആണ്. വഹും ലാ യുഫരിത്തൂൻ, അവരെടുക്കൽ യാതൊരു വീഴ്ചയും ഉണ്ടാവില്ല. ഒരു തരത്തിലുള്ള വീഴ്ചയും വരുത്താതെ കൃത്യമായി ആജ്ഞാനുസാരം അവർ മരിപ്പിക്കുന്നു. ഇനി തൊട്ടുപുറത്ത് പറയുന്ന അറാഫിലും പറയുന്ന ഹത്താ ഇദാ ജാഅത്തുഹും റുസുലുനാ യതവഫൗനഹും ഖാലൂ അയ്നമാ കുൻതും തദഊന മിൻ ദൂനില്ലാഹ്. ഹത്താ ഇദാ ജാഅത്തുഹുൽ മൗത്ത്, അവർക്ക് മരണമാസന്നമാവുമ്പോൾ ഇദാ ജാഅത്തുഹും തവഫത്തുഹും യതവഫൗനഹും ജാഅത്തുഹും റുസുലുനാ യതവഫൗനഹും, അവരെ മരിപ്പിക്കാൻ വേണ്ടി നമ്മളെ ദൂതന്മാരാണ് വരിക. അപ്പൊ ഒരിക്കൽ സൂറത്തു സജ്ദയിൽ പറഞ്ഞു മലക്കുൽ മൗത്താണ് മരിപ്പിക്കുന്നത്. സൂറത്തു സുമറിൽ പറയുന്നത് അള്ളയാണ് മരിപ്പിക്കുന്നത്. സൂറത്തുൽ അൻആമിലും സൂറത്തുൽ അറാഫിലും പറയുന്നത് റുസുലുകളാണ് മരിപ്പിക്കുന്നത്. അള്ളാന്റെ അടുത്ത് ഓർമ്മ തെറ്റിയ സൂറത്ത് മാറുമ്പോൾ കുറെ നമ്മളെ അടുത്തൊക്കെ ആണെങ്കിൽ പടപ്പുകളുടെ അടുത്താണെങ്കിൽ അങ്ങനെ പറ്റും. ഒരു പുസ്തകത്തിൽ തന്നെ ആദ്യം പറഞ്ഞതും അതിന്റെ മധ്യത്തിൽ പറഞ്ഞതും അവസാനത്തിൽ പറഞ്ഞതും വ്യത്യാസം വരും മനുഷ്യന്മാര്. ഖുർആന്റെ പ്രത്യേകതയായി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഖുൽ ലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറാ. ഇത്ര വലിയൊരു പുസ്തകം അല്ലാതെ ആരെഴുതുകയാണെങ്കിലും അതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ വരും. ആദ്യം പറഞ്ഞു പിന്നെ പറഞ്ഞു വ്യത്യാസം ഉണ്ടാവും. എത്ര നമ്മൾ സൂക്ഷിച്ചിട്ടും കാര്യമില്ല. മനുഷ്യന്റെ പോരായ്മ, പടപ്പുകളുടെ പോരായ്മ. അള്ളാന്റെ അടുക്ക് അങ്ങനെ വരാൻ പാടില്ലല്ലോ. ഇന്ന് അവിടെ 3 പരാമർശം 4 ആയത്തുകളിലായി ഒന്നല്ലോ. അള്ളാഹു മരിപ്പിക്കുന്നു, മലക്കുൽ മൗത്ത് മരിപ്പിക്കുന്നു, റുസുല് മരിപ്പിക്കുന്നു. ഈ പറയുന്നതിനൊന്നും ഒരു കേടില്ല. അള്ളാഹ് മരിപ്പിച്ചതെന്ന് പറയുന്നവൻ തന്നെയാണ് മലക്കുൽ മൗത്താണ് മരിപ്പിച്ചതെന്ന് പറഞ്ഞ് അവർ തന്നെയാണ് മരണം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ മരിപ്പിക്കുന്നതെന്ന് പറഞ്ഞ്. ഒന്ന് ഖൽഖ് ഈജാദ്, അല്ലാഹു തആലയാണ് മരണം എന്ന് പറയുന്ന സംഗതി സൃഷ്ടിക്കുന്നവൻ, ഉണ്ടാക്കുന്നവൻ. ഖൽഖ് ഈജാദ് എന്ന അർത്ഥത്തിൽ അള്ളാഹുവാണ് മരിപ്പിക്കുന്നവൻ. അതേ സമയത്ത് സബബ് എന്ന നിലക്ക് വ്യത്യസ്ത സബബ്. ഒരു കാര്യത്തിന് ഒന്നിലധികം കാരണങ്ങൾ ഉണ്ടാകാം. ഒരു കാര്യത്തിന് ഒന്നിലധികം കാരണങ്ങൾ ഉണ്ടാവാം. അങ്ങനെ വരുമ്പോ കാരണങ്ങളിലേക്ക് ചേർത്ത് പറയും. അത് ഏത് കാരണത്തിലേക്കും ചേർത്തി പറയാം. അകന്ന കാരണങ്ങളാണ് റുസുലി. കാരണം മരണമാസന്നമായ മനുഷ്യന്റെ പറ്റി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവൻ കണ്ണെത്തുന്ന ദൂരം വരെ മലക്കുകൾ വന്ന് അണിയായിരിക്കും. എന്നിട്ട് അവന്റെ കാലിന്റെ പെരുവിരൽ തൊട്ട് തൊണ്ടക്കുഴി വരെ വ്യത്യസ്തരായ മലക്കുകൾ ഈ റൂഹിനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കും. ഒന്നിനു പുറകെ ഒന്നായി അവസാനം ശരീരത്തിൽ നിന്നും റൂഹിനെ ഏറ്റെടുക്കുക എന്ന് പറയുന്ന ദൗത്യം മാത്രമാണ് മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം എടുക്കുന്നത്. അപ്പം മരണം എന്ന് പറയുന്നത് സംഭവിക്കുന്നത് എപ്പോഴാന്ന് വെച്ചാൽ മലക്കുൽ മൗത്ത് കൈകാര്യം ചെയ്യുമ്പോൾ മാത്രം. എന്നാൽ അതുവരെ മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ റുസുല് ചെയ്യുന്നത് മരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന ആദ്യത്തെ പ്രക്രിയയാണ്. അത് കാരണങ്ങളിൽപ്പെട്ട ആദ്യ കാരണമാ. അവസാനത്തെ കാരണം മരണം, റൂഹ് ഏറ്റെടുത്ത് ശരീരം മരണത്തിലേക്ക് പോകുക എന്ന് പറയുന്നത് മലക്കുൽ മൗത്ത്. ഇതിന് രണ്ടിനുള്ള കഴിവ് അള്ളാഹ് കൊടുത്തതാണ്, അള്ളാഹുവിന്റെ അനുമതി പ്രകാരമാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ മരണം എന്നത് അള്ളാഹുവിന്റേതാണ്. അപ്പൊ അള്ളാഹു മരിപ്പിച്ചു എന്നും പറയാം, മലക്കുൽ മൗത്ത് മരിപ്പിച്ചു എന്നും പറയാം, മരണത്തിന്റെ മലക്കുകൾ മരിപ്പിച്ചു എന്നും പറയാം. മൂന്നും തെറ്റല്ല. ആദ്യം പറഞ്ഞത് യഥാർത്ഥത്തിൽ ഖൽഖ് ഈജാദ് എന്ന അർത്ഥത്തിനാണെങ്കിൽ, മറ്റുള്ളത് കാരണം എന്ന അർത്ഥത്തിനാ. ഒരു വസ്തുതയ്ക്ക് ഒന്നിലധികം കാരണങ്ങൾ ഉണ്ടാകാം.
ഇഷ്ടം പോലെ വരാ. ഉദാഹരണം പറയാ, നാടൻ മലയാളം പറഞ്ഞു നോക്കിയാൽ കിട്ടുമല്ലോ. ഒരു നല്ല കർഷകൻ, അയാളുടെ മക്കള് ഇടയിൽ ജോലികൾ വീതിച്ചു. അങ്ങനെ ഒരാള് മണ്ണ് ഉഴുത് നിലം തയ്യാറാക്കുന്ന പണിയാണ്. കന്നിണിക്കാരനാണ്, ഞങ്ങളെ മലപ്പുറം ഭാഷയിൽ പറഞ്ഞ കന്നിണിക്കാരനാണ്. നന്നായി ശരിക്കും മണ്ണ് മുറിഞ്ഞ് കന്നുപൂട്ടി ഊർന്ന് മണ്ണ് ശരിയാക്കി. മറ്റേ മകന്റെ പണീന്റെ വളന്നോത്തിന്റെ കാര്യമാണ്. നന്നായിട്ട് തോലിട്ട്, തോല് പറഞ്ഞാൽ തിരിവെക്കും, ഞങ്ങളെ മലപ്പുറം ഭാഷയാണ്. തോലിട്ട് ചപ്പ് ഇട്ട് അതുപോലെ തന്നെ വളമിട്ട് നന്നായിട്ട് മണ്ണ് പാകപ്പെടുത്തി. മൂന്നാമത്തവന്റെ ഉത്തരവാദിത്വം വിത്തിന്റെ കാര്യം. നല്ല മോത്തരം വിത്ത് തെരഞ്ഞെടുത്ത് ആ വിത്ത് തന്നെ ഇതിൽ കൃഷി ഇറക്കി. നാലാമത്തെ ഒരു മകനുണ്ട്, ഇവന്റെ ഉത്തരവാദിത്വം എല്ലാവർക്കും ചെറിയ മകനാ. ഓനോട് വെള്ളം നോക്കണ പണി. അവന് കാര്യമായിട്ടൊന്നും കഴിയൂലാണ്. എനിക്ക് എന്നും രാവിലെ സുബൈ ബാങ്ക് കൊടുക്കുമ്പോഴത്തിന് പോയിട്ട് ഒക്കെ നോക്കി വെള്ളം നെണ്ട് മട ഉണ്ടാക്കിയിട്ട് ഒഴിച്ചുകൊണ്ടോ അറ്റൻകായി മുറിഞ്ഞു പോകുന്നുണ്ടോ ഒക്കെ നോക്കി അതൊക്കെ കെട്ടി ചുകാക്കി വെള്ളം ഇല്ലെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവന്ന് നോക്കി. ഈ ഉത്തരവാദിത്തം എല്ലാവരും അവരവരുടെ ഉത്തരവാദിത്വം നന്നായി നിർവഹിച്ചു. നല്ല വിളവുക. കൃഷി കൊയ്ത്തു കഴിഞ്ഞ് അളന്നു നോക്കുമ്പോൾ വമ്പിച്ച നേട്ട. അതില് മൂത്ത മകൻ പറഞ്ഞു, കൊല്ലത്തെ കൃഷി നല്ല കൃഷിയാ, വിത്ത് ശരിക്ക് നോക്കിയാണ് ഞാൻ ആ വിത്തിന്റെ മെച്ച കൊല്ലം. ഓന്റെ വിത്തിന്റെ മെച്ചം പറഞ്ഞപ്പോ മറ്റോനത് എത്ര ആ വിത്ത് അവിടെ നിൽക്കട്ടെ, ഞാൻ ശരിക്കാണ്ട് കരി പിടിച്ച് കന്നൂട്ടിയിട്ട് മണ്ണ് മുറിഞ്ഞ് ശരിക്കും മണ്ണറിഞ്ഞാണ്ട് അരഞ്ചവിട്ടിട്ടാ മണ്ണാണ് ചൊകായത് കൊണ്ടാണ്. അപ്പൊ മൂന്നാമത്തോനായിട്ടിങ്ങനെ ചൊറിയ, നിങ്ങളെ മണ്ണ് മുറിച്ചിട്ടല്ല കാര്യം, ശരിക്ക് തോലും വളം നേരത്തിനാണ് കണക്കിന് എത്തിയതുകൊണ്ടാണ് കൃഷി ഉണ്ടായത്, ആ വളം ചെയ്യലിന്റെ ഗുണമാണ്. അപ്പൊ മറ്റം ഉണ്ടാകണ നാലാമത്തോ പറഞ്ഞു, ഒക്കെ പറയാ നിങ്ങളാ പറഞ്ഞ ഒക്കെ ചൊക്ക. ഞാൻ നേരത്തിനും പച്ചക്ക് ഈ മഞ്ഞും തട്ടി മണ്ണാച്ചമ്പാല തട്ടിക്കാണ്ട് പോയിട്ട് ആ വെള്ളം നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കൊല്ലം കൊയ്യാണ്ടാവൂലേ. ഇനി ഞാൻ ആ ഉറക്കൊഴിച്ച ആ പെൽച്ചക്ക് പോയിക്കാണ്ട് അറ്റങ്കാരായും നെണ്ടുമടയും കെട്ടി ശരിക്കും വെള്ളം തിരിച്ചു കൊണ്ട അതുകൊണ്ടുണ്ടായതാണ്. ഈ പറഞ്ഞതൊക്കെ ശരിയാന്ന, അതൊന്നും തെറ്റല്ല. നല്ലൊരു വിളവുണ്ടാവണമെങ്കിൽ ഇതൊക്കെ വേണം. അതൊക്കെ കാരണങ്ങളാ. നല്ല വിത്താകുക എന്ന് പറയുന്ന ഒരു കാരണമാണ്, മണ്ണ് ശരിക്കും ഉഴുതുമറിക്കുക എന്ന് പറയുന്നത് മറ്റൊരു കാരണമാണ്, ശരിക്കും വളം ചെയ്യുക എന്ന് പറയുന്ന ഒരു കാരണമാണ്, അതിൽ വെള്ളം കൃത്യമായി നോക്കുക എന്ന് പറയുന്നത് മറ്റൊരു കാരണം. ഇതൊക്കെ കാരണം, അതൊന്നും തെറ്റല്ല. എന്നാൽ യഥാർത്ഥത്തിൽ അള്ളാഹു പറയുന്നത് അഫറഅയ്തും മാ തഹ്റുസൂൻ അൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ. ഞങ്ങളൊക്കെ നിൽക്കട മക്കളെ, നിങ്ങളെ ഈ കന്നുകൂട്ടലും വിത്തിറക്കലും വെള്ളം നോക്കലും ഒക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് കൃഷി ഉണ്ടാക്കാൻ കഴിയുമോ? അത് ഞാനോ നിങ്ങളോ? അള്ളാഹു ചോദിക്കുകയാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ എന്ന് പറയണമെന്ന് അവിടെ എത്തുമ്പോ ലോകരക്ഷിതാവായ അള്ളാഹുവിന് മാത്രമേ. അപ്പൊ അള്ളാഹുവാണ് കൃഷി ഉണ്ടാക്കിയെന്ന് പറഞ്ഞ എന്താ അർത്ഥത്തിന്? ഖൽഖ്, ഇജാദ്, ഉണ്ടാക്കിയവൻ സൃഷ്ടിച്ചവൻ എന്നുള്ള അർത്ഥത്തിന്. മറ്റൊരുക്കെ കാരണങ്ങളാ. അപ്പൊ ഒരു കാര്യത്തിന് ഒന്നിലധികം കാരണങ്ങൾ ഉണ്ടാകുക, ഈ കാരണത്തിലേക്കൊക്കെ ചേർത്തി പറയാ, അത് നാടൻ ശൈലിയിലും അനുവദനീയമാണ്, ഖുർആനിന്റെ ശൈലിയിലും അനുവദനീയമാണ്. വ്യത്യസ്ത കാരണങ്ങളാ. ഇത് മനസ്സിലാക്കി വെച്ചാൽ വേറൊരു സംശയം, പതിപ്പെട്ടല്ല, വേറൊരു സംശയത്തിന് മറുപടിയായി. മൗലവിമാര് സാധാരണ നീട്ടി പ്രസംഗിക്കുന്നൊരു കാര്യമാണ്. നൂഹ് നബി അലൈഹി സ്വലാമിനെ കപ്പലിൽ നിന്ന് രക്ഷിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാനിയത്തുള്ളത് കൊണ്ടായിരുന്നു. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാം തങ്ങളെ അഗ്നികുണ്ടാരത്തിൽ നിന്ന് രക്ഷിച്ചത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാനിയത്തിന്റെ സാന്നിധ്യം കൊണ്ടായിരുന്നു. ഇങ്ങനെ കുറെ സംഭവങ്ങൾ നീട്ടി പറയും അവര്. എന്നാൽ മുഹ്യിദ്ദീൻ ശൈഖിന്റെ ഔസിയത്തിൽ കടങ്ങി എന്ന് നോക്കുകയാണെങ്കിൽ ഇതിനൊന്നും ഒരു തരിയില്ല. നൂഹ് നബി അലൈഹി സ്വലാമിനും ആദം നബി അലൈഹി സ്വലാമിന്റെ ദോഷം പൊറുക്കപ്പെട്ടത് ഞാൻ അള്ളാഹുവിനോട് തേടിയത് കൊണ്ടാണെന്നും, നൂഹ് നബി അലൈഹി സ്വലാം കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടത് ഞാൻ അവിടെ കൂടെ ഉണ്ടായത് കൊണ്ടാണെന്നും, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാം അഗ്നികുണ്ടാരത്തിൽ രക്ഷപ്പെട്ടത് എന്റെ സാന്നിധ്യം കൊണ്ടായിരുന്നു എന്നും ഔസുല്ലാഹ് പറയുന്നു കേട്ടോ. ഏതാ കൂട്ടർ? നിങ്ങൾ ആദ്യം ഒന്ന് ഉറപ്പിച്ച് പറയും, ഏതെങ്കിലും ഒന്ന് പറയും, എന്നിട്ട് പിന്നെ അതിന്റെ തെളിവുണ്ടോ ഇല്ലേ നോക്കുക. നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആണല്ലോ നമ്മളോട്. നമുക്കൊരു കൺഫ്യൂഷനും ഇല്ല. അതൊക്കെ ശരിയാണ്. ഒരു കാര്യത്തിന് ഒന്നിലധികം കാരണങ്ങൾ ഉണ്ടാകാം. ഒരു കാരണം ഒരാൾ പറഞ്ഞതല്ലേ മറ്റൊരു കാരണം മറ്റൊരാൾക്ക് പറഞ്ഞുകൂടാന്നില്ല. അള്ളാഹ് മരിപ്പിക്കുന്നു എന്ന് അറിഞ്ഞോടത്ത് മലക്കുൽ മൗത്ത് മരിപ്പിക്കുന്നു എന്ന് തന്നെ അള്ളാഹ് തന്നെ പറഞ്ഞില്ലേ? ഈ മലക്കുൽ മൗത്ത് മരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതേ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ റുസുൽ മരിപ്പിക്കുന്നു പറഞ്ഞില്ലേ?
ഇതൊക്കെ വ്യത്യസ്ത കാരണങ്ങളാണ്. ഒരു കാര്യത്തിന് ഒന്നിലധികം കാരണങ്ങൾ ഉണ്ടാകാം. ആ കാരണങ്ങൾ ഒന്ന് പറഞ്ഞു എന്നതുകൊണ്ട് മറ്റൊന്നും ഇല്ല എന്നതിനർത്ഥമില്ല. ഒരു കാരണം പറഞ്ഞതുകൊണ്ട് മറ്റൊരു കാരണം ഇല്ലെന്ന് വരുന്നില്ല. ഒന്നിലധികം കാരണങ്ങൾ ഉണ്ടാവാം. യഥാർത്ഥത്തിൽ കാര്യം അള്ളാഹുവിൽ നിന്നുള്ളതാണ്, പക്ഷേ അതിന് വ്യത്യസ്ത കാരണങ്ങൾ ഉണ്ടാകാം. ഒരു ഉദാഹരണം,